ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മാർച്ച് 1-ാം തീയതി. നമുക്കെല്ലാവർക്കും അറിയാം, മാർച്ച് മാസം വിശുദ്ധ ഔസേപ്പിതാവിന് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചിട്ടുള്ള മാസമാണ്. മാർച്ച് 19-ാം തീയതി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷമായിട്ട് എല്ലാ ദേവാലയങ്ങളിലും, പ്രത്യേകിച്ച് ഔസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ ഊട്ടും അതുപോലെ തന്നെ കുറേയേറെ ഭക്തകാര്യങ്ങളുമായിട്ട് ആഘോഷിക്കാറുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസം നമ്മൾ ഇന്ന് മുതൽ തുടങ്ങേണ്ടതാണ്. വിശുദ്ധ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ചരിത്രം, ഈജിപ്തിലെ ജോസഫിൻ്റെ പക്കൽ പോകുവിൻ, അവൻ്റെ കയ്യിലാണ് എല്ലാം എന്ന് ഫറവോ പറയുന്ന ആ ഒരു വചനം പുതിയ നിയമത്തിൽ എന്ത് വേണമെങ്കിലും ഔസേപ്പിൻ്റെ പക്കൽ പോയാൽ മതി. കാരണം സ്വർഗത്തിൻ്റെ അധിപനായ ഈശോയുടെ അപ്പനാണ് ഔസേപ്പിതാവ്. ഔസേപ്പിതാവ് പറഞ്ഞു കഴിഞ്ഞാൽ കന്യകാമാതാവും ഈശോയും അനുസരിക്കും എന്ന് ഓർത്താൽ ഈ ഔസേപ്പിൻ്റെ ശക്തി എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിശുദ്ധ ഔസേപ്പിതാവ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടാകും. എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ ഔസേപ്പിതാവാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സ്വർഗീയ ഇടപെടൽ മൂലമാണ് ഞാനിപ്പോൾ ഈ രണ്ടാമതും ക്യാൻസർ തുടങ്ങിയെന്ന് കേട്ടിട്ടും ഒരു പ്രത്യേക ഇടപെടൽ മൂലമാണ് ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അത് ചുങ്ങിപ്പോയി എന്ന് ഡോക്ടർ പറയാനിടയായത്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഔസേപ്പിതാവ് പലതരത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ഇടപെട്ടിട്ടുണ്ടാകും. ഇന്ന് ഞാനൊരു അനുഭവം പറയുകയാണ്. കൂട്ടായ്മയിൽ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് വല്ലപ്പോഴും 1-2 പ്രാവശ്യമേ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളൂ. സുഖമില്ലാത്ത ഒരു മകനും അവർക്കുണ്ട്. അവർക്കോ സുഖമില്ല. ഒരു 9 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് തണ്ടൽ ഭാഗത്ത്. അങ്ങനെയൊരു സഹോദരി അവരുടെ അനുഭവം അവർ പങ്കുവയ്ക്കുകയായിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ വളരെ തീക്ഷ്ണതയുള്ള ഒരു മകൾ. അതുകൊണ്ട് തന്നെ കർത്താവ് നന്നായി സഹനവും കൊടുക്കുന്നുണ്ട്. സഹനമൊക്കെ ഏറ്റുവാങ്ങും എന്ന് ഉറപ്പുള്ളവരുടെ കയ്യിലാണല്ലോ സഹനം കൊടുക്കുക. കുറച്ച് പൈസ ചോദിച്ചാൽ കടം തരും എന്നുറപ്പുള്ളവരോടല്ലേ നമ്മൾ കടം ചോദിക്കാറുള്ളൂ. അതുപോലെ കർത്താവ് ഉറപ്പായിട്ടും വിശ്വസിച്ച ഒരു സഹോദരിയാണ് ഈ സഹോദരി. ഇദ്ദേഹം പറയുകയായിരുന്നു, സുഖമില്ലാത്ത മോനെയും കൊണ്ട് പാവർട്ടി ഔസേപ്പിതാവിൻ്റെ അവിടെ പോയതാണ് ഊട്ടൊക്കെ ഉണ്ണാനായിട്ടും പെരുന്നാൾ കൂടാനായിട്ടും. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലുമുള്ള ആ നൊവേനയ്ക്കും ഒക്കെ ആയിട്ട് പോയതാണത്രേ. അങ്ങനെ പോയപ്പോൾ അവിടെ അന്ന് ഊട്ടൊന്നും കണ്ടില്ല, ഊട്ട് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇവർ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഔസേപ്പിതാവിൻ്റെ രൂപത്തിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ച് വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതിൽ അവർ ഒരു പഴത്തിൻ്റെ വേസ്റ്റ് കണ്ടു, അതിൽ പഴത്തിൻ്റെ കുരുക്കൾ കണ്ടു. അപ്പോൾ അത് എടുത്ത് നമ്മുടെ വീട്ടിൽ നട്ട് നോക്കാം നമുക്ക് എന്ന് വിചാരിച്ച് അവരത് കളക്ട് ചെയ്യായിരുന്നു. അപ്പോൾ അവർ കാണുകയാണ്, ഒരു നീലയും ചുമപ്പും പോലെ ഒരു സാരി പോലെ എടുത്ത് ഒരു അമ്മയും ഒരു ഭാര്യയും അപ്പുറത്തൊരു ഭർത്താവും കൂടി നടന്നു വരുന്നു. അങ്ങനെ നടന്നു വന്ന് ഇവരുടെ അടുത്ത് എത്തിയപ്പോൾ ഭാര്യ അങ്ങോട്ട് പോയി ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക്. ഈ മനുഷ്യൻ ഇവരുടെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പോൾ ഈ സഹോദരി ആണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇവരുടെ ഭർത്താവ് ഗൾഫിലാണ്, ദുബായിലാണ്. പിന്നെ ഇവരുടെ വെഡ്ഡിങ് ഡേ ആണെന്ന് തോന്നുന്നു അന്ന്. അപ്പോൾ അതിന് വേണ്ടി അവരാരും വിഷ് ചെയ്യാനൊന്നും ഉണ്ടായില്ല. സങ്കടത്തോടു കൂടെ അങ്ങനെ ഔസേപ്പിതാവിൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ഊട്ടുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരിത് ഔസേപ്പിതാവിൻ്റെ രൂപത്തിൽ പ്രാർത്ഥിച്ച് ഈ കുരുക്കളെടുക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഇവരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ചെയ്യണേന്ന് ചോദിച്ചു.
അപ്പോൾ ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഇഷ്ടമില്ല. കാരണം എന്തിനാ ഇപ്പോൾ ഒരു പെണ്ണൊരുത്തി നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഇയാൾ വിശേഷം പറയാൻ നിൽക്കണേ, ഇയാളുടെ ഭാര്യ ബാത്റൂമിൽ പോയ സമയത്ത് എന്തിനാ ഇപ്പോൾ വിശേഷം പറയണേ എന്നാണ് ഇവർ ഉള്ളിൽ വിചാരിച്ചത്. അപ്പോൾ ഇവർ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താ ഇവിടെ ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കണ്ടുകൂടെ, ഞാനിവിടുന്ന് ഇതെടുത്ത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പം ഇതെടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പം ഞാനത് എൻ്റെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ എന്നും പറഞ്ഞ് ഇഷ്ടമില്ലാത്ത പോലെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ നട്ടുപിടിച്ചാൽ മുളച്ചു വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, എൻ്റെ ഔസേപ്പിതാവിൻ്റേത്, എൻ്റെ ഔസേപ്പിതാവിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ കൊണ്ടുപോകണേ, അതെന്തായാലും മുളച്ചിരിക്കും എന്ന്. അപ്പോൾ അയാൾ ചോദിച്ചു, ഔസേപ്പിതാവിനോട് ഇത്രയ്ക്ക് ഉറപ്പുള്ള വിശ്വാസമാണോ ചോദിച്ചപ്പോൾ ഇവർ ദേഷ്യത്തിൽ വെച്ച്, പിന്നല്ലാണ്ട് ഔസേപ്പിതാവിനോട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഇവർ അതൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാനിവിടെ ഒക്കെ ഉണ്ട്, ദുബായിലൊക്കെ ഞാൻ പോകാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വിചാരിച്ചു, ദുബായിൽ പോകണമെങ്കിൽ എനിക്കിപ്പോൾ എന്താ എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കി. അപ്പോൾ ഇയാൾ ദേഷ്യത്തിൽ നോക്കണുണ്ടപ്പോൾ അയാൾ ചോദിച്ചു, ഭയങ്കര ദേഷ്യത്തിലാണല്ലോ, ഭയങ്കര ദേഷ്യക്കാരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. എന്തായാലും വീണ്ടും അയാൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ രസമില്ലാത്തൊരു മറുപടികളാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനം അദ്ദേഹം പറഞ്ഞതെന്നാണ് പറയുന്നത്, ഔസേപ്പിതാവിനോട് ഭയങ്കര ഭക്തിയാണ്, ഭയങ്കര വിശ്വാസമാണല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനിവിടെ വേലൂപ്പാടത്തും ഈ പാവർട്ടിയിലും മാറി മാറി വരും, അതാത് സമയങ്ങളിൽ ഞാൻ മാറി മാറി വരും എന്ന് പറഞ്ഞു. അപ്പോഴും ഇവർ നോക്കണില്ല, കുമ്പിട്ട് നിന്ന് ഇവരുടെ കാര്യങ്ങൾ ചെയ്യാണ്. ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഇവർക്ക് തോന്നിയ പാവർട്ടിയിലും വേലൂപ്പാടത്തും മാറി മാറി അതാ സമയങ്ങളിൽ വരും എന്നല്ലേ പറഞ്ഞ്, ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇവർ മുഖം ഉയർത്തി നോക്കിയപ്പോൾ അവിടെ ആ ആളില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി, അവരാകെ വിഷമിച്ചു പോയി. വിശുദ്ധ ഔസേപ്പിതാവാണ് അവരുടെ നിസ്സഹായാവസ്ഥ കണ്ട് വന്നിരിക്കുന്നത്. കാരണം വളരെ സഹനെടുക്കുന്ന ആളാണ്. ഔസേപ്പിതാവിനോട് ഭയങ്കര ഭക്തിയാണ്. അന്ന് ഊട്ടിന് വന്നിട്ട് ഉണ്ണാൻ പറ്റും എന്ന് വിചാരിച്ച് വന്നിട്ട് ഉണ്ണാനും പറ്റിയില്ല. നിരാശപ്പെട്ട് വെഡ്ഡിങ് ഡേ ആണ്, ആരും വിഷ് ചെയ്യാനില്ല. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ അടുത്ത് തന്നെ വന്ന് പരാതി പറഞ്ഞപ്പോൾ ആണ് ഈ ഒരു എന്ത് പഴമോ ആന്തപ്പഴമാണെന്ന് തോന്നുന്നു, എന്തോ ഒരു പഴത്തിൻ്റെ ഇത് കണ്ടപ്പോൾ ഈ കുരു കൊണ്ടുപോയി നമുക്ക് വെക്കാം എന്ന് വിചാരിച്ച ഔസേപ്പിതാവിനോട് ഇങ്ങനെ പരാതി പറഞ്ഞ് അത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങൾ, അവർ പറയുകയാണ്, അന്ന് പിന്നീട് നോക്കിയപ്പോൾ അവിടെ അവർക്കായിട്ട് ഊണും കിട്ടിയെന്നാണ് പറഞ്ഞത് ഔസേപ്പിതാവിൻ്റെ. ഔസേപ്പിതാവ് ഇങ്ങനെ പല സ്ഥലത്തും പല രീതിയിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഔസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുക. കാരണം മറ്റെല്ലാ വിശുദ്ധരും ഓരോരോ സുഹൃതങ്ങൾ, ഓരോരോ കഴിവുകളാണ് അവർക്ക് പ്രത്യേകം കൊടുത്തിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ അൽഫോൻസാമ്മയ്ക്ക് സഹനം, മറിയാത്തമ്മയ്ക്ക് കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങൾ, അതേപോലെ അന്തോസ്പിനാനാണെങ്കിൽ അത്ഭുതം നടത്തും, യൂദാശ്രീകയാണെങ്കിൽ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. അങ്ങനെ ഓരോരുത്തർ പ്രത്യേക മധ്യസ്ഥനാണല്ലോ. പക്ഷെ നമ്മുടെ ഔസേപ്പിതാവുണ്ടല്ലോ, സകല കാര്യം മധ്യസ്ഥനാണ്. ഏത് കാര്യത്തിനും ഔസേപ്പിതാവിൻ്റെ അടുത്ത് ചെന്നാൽ മതി. ഇന്ന അനുഗ്രഹേ ഇദ്ദേഹത്തിൽ നിന്നുള്ളൂ എന്നില്ല. എല്ലാ നിധിയും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സൂക്ഷിപ്പുകാരനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഏറ്റവും വലിയ സൂക്ഷിപ്പുകാരൻ, ദൈവമാതാവിൻ്റെയും സാക്ഷാൽ ദൈവത്തിൻ്റെയും സൂക്ഷിപ്പുകാരനാണ്. നീ ഇത് ചെയ്യണ്ട എന്ന് മോനോട് പറഞ്ഞാൽ മോനത് ചെയ്യില്ല. നീ ഇത് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മോനത് ചെയ്തിരിക്കും. കാരണം ദൈവത്തിൻ്റെ വളർത്തപ്പനാണ്. പിതാവായ ദൈവം ആ സ്ഥാനം കൊടുത്ത് പുത്രൻ്റെ അടുത്തേക്ക് അയച്ച ഒരു വിശിഷ്ട ജീവിതമാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നു മുതൽ നിയോഗം വെച്ച് അന്ത്യകാലത്ത് ഔസേപ്പിതാവിനോടുള്ള ഭക്തി വർദ്ധിക്കുമെന്നും ഔസേപ്പിതാവിൻ്റെ തിരുനാളിന് വലിയ പ്രചാരം ഉണ്ടാകുമെന്നും ലോക അവസാന കാലത്ത് അങ്ങനെ സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഔസേപ്പിതാവിൻ്റെ ഭക്തിയും ഔസേപ്പിതാവിൻ്റെ തിരുനാളുകളും വളരെ ഗംഭീരമായി എല്ലായിടത്തും ആഘോഷിക്കപ്പെടുമ്പോൾ ഒന്നോർക്കുക, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഡൊമിനിക്കൻ ദീനദയാലുവായ ഐസോലാനീസിലെ ഐസിദോറ പ്രവചിച്ചതാണിത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പരിശുദ്ധി
വിശ്വാസികൾ തിരിച്ചറിയുമ്പോൾ തിരുസഭയുടെ രക്ഷാകര സൈന്യത്തിൽ വിജയകാഹളം കേൾക്കും. കർത്താവ് തന്നിലെ പ്രകാശത്തെ തിളക്കമാർന്നത് ആക്കും. ശിരോവസ്ത്രങ്ങൾ നീക്കും. വിശുദ്ധ ഔസേപ്പിതാവിൽ ഒളിഞ്ഞുകിടക്കുന്ന ആന്തരിക ഗുണങ്ങളാകുന്ന ദൈവകൃപയെ മഹിമയുള്ളവർ അന്വേഷിക്കും. അവർ അമൂല്യമായ നിധി ഔസേപ്പിൽ കണ്ടെത്തും. പഴയ നിയമത്തിൽ കാണുന്ന വിശുദ്ധരിൽ ഒരിക്കലും കാണാത്തതായിരിക്കും ആ നിധി. ലോക അവസാന കാലത്ത് മഹിമയാർന്ന പദവികളാൽ വിശുദ്ധ ഔസേപ്പിതാവിനെ ദൈവം ശക്തനാക്കുമെന്ന് വിശ്വസിക്കുവാൻ നമ്മെ അനുരൂപപ്പെടുത്തും. മുൻകാലങ്ങളിലാണെങ്കിൽ, പ്രത്യേകിച്ച് പീഡനങ്ങളുടെ കൊടുങ്കാറ്റുകൾ വീശിയ കാലങ്ങളിൽ, വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ഇത്തരം വണക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് അവ വിശ്വാസികളാൽ പ്രചാരത്തിലായതാണ് നമുക്കറിയാം. സമീപ ഭാവിയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ഏറ്റവും ഉന്നതമായ തിരുനാളായി ആഘോഷിക്കപ്പെടും എന്നാണ് പ്രവചനം. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനാകുന്ന ക്രിസ്തുവിൻ്റെ വികാരി ആഗോള തിരുസഭയുടെ തിരുനാളായി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതാണ് ഈ ദീനദയാലുവായ വ്യക്തി പ്രവചിച്ച് വെച്ചിരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് മുതൽ ഔസേപ്പിതാവിൻ്റെ വണക്കമാസവും തുടങ്ങാം. ഔസേപ്പിതാവിൻ്റെ ജപമാലയും തുടങ്ങാം. പണ്ടൊരിക്കൽ ഈ ജപമാലയെ ഞാൻ ഇത് മറ്റുള്ളവർക്കായിട്ട് പങ്കുവെച്ച് തന്നിട്ടുള്ളതാണ്. ഈ ജപമാല ഇങ്ങനെയാണ്. ഞാൻ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള ജപമാലയാണ്. ഒരു വെള്ളമണിയും 3 ചുമപ്പ് മണികളും ഉണ്ടാവും. ഒരു വെള്ളമണിയും 3 ചുമപ്പ് മണിയും, അങ്ങനെ 4 മണി, അങ്ങനെ 15 ഭാഗം, 15 രഹസ്യങ്ങൾ. അങ്ങനെയാണ് ഈ ജപമാല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഔസേപ്പിതാവിൻ്റെ ജപമാലയായിട്ട് പ്രചാരത്തിലിരിക്കുന്നത്. ഒരു വെള്ളമണിയും 3 ചുവപ്പ് മണിയും, അങ്ങനെ 4 മണി. അതുപോലത്തെ 4 മണിയുടെ ഓരോ ഭാഗങ്ങൾ 15 എണ്ണം ഉണ്ടാവും. ഈ 4 മണി അപ്പോൾ 60 മണി ഉണ്ടാവും. അതിൽ വെളുത്ത മണി ഔസേപ്പിതാവിൻ്റെ പരിശുദ്ധി തന്നെയാണ് പ്രതീകമാക്കിയിട്ടത്. ഔസേപ്പിതാവിൻ്റെ പരിശുദ്ധി. ചുവപ്പ് മണികൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയാർന്ന കർത്തവ്യനിഷ്ഠയെ, ചുവപ്പ് മണികൾ നല്ല ജോലി ഉത്തരവാദിത്തമുള്ള ആ കർത്തവ്യനിഷ്ഠയെയാണ് ഈ ചുവപ്പ് മണികൾ പ്രതീകമാക്കുന്നത്. വെളുത്ത മണി പിടിക്കുമ്പോൾ നമ്മൾ കൊന്തയുടെ ആദ്യത്തെ രഹസ്യം ചൊല്ലുക. അതായത് നമ്മുടെ കർത്താവായ ശംശയെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ അറിയിക്കുന്ന ആ രഹസ്യം നമ്മൾ ചൊല്ലും. അത് കഴിഞ്ഞിട്ട് ആ വെളുത്ത മണി പിടിച്ചിട്ട് തന്നെ 2 നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലും. അത് കഴിഞ്ഞ് പിന്നെ 3 ചുവപ്പ് മണികളുണ്ട്. ഈ 3 ചുവപ്പ് മണികളിൽ നമ്മൾ പറയുന്നത് ഈശോ മറിയ ഔസേപ്പയെ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈശോ മറിയ ഔസേപ്പയെ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈശോ മറിയ ഔസേപ്പയെ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഇങ്ങനെയാണ് ആ 3 ചുവപ്പ് മണികളിൽ പറയണേ. അത് കഴിയുമ്പോൾ സ്വർഗസ്ഥനായിക്ക് പകരം ഒരാൾ പറയും, ഓ പാവനമായ വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ എല്ലാവരും കൂടി പറയും, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുമാറാകട്ടെ. അതായത് ഈ 15 ഭാഗങ്ങളിലും നമ്മൾ അങ്ങനെ ചെല്ലും. ഒരു വെളുത്തമണി പിടിക്കും, കൊന്തയുടെ ഒരു രഹസ്യം ചെല്ലും, 2 നന്മ നിറഞ്ഞ മറിയം ചെല്ലും. 3 ചുവപ്പ് മണികളിൽ 3 പ്രാവശ്യം പറയും ഈശോ മറിയ ഔസേപ്പയെ ഞങ്ങളടുത്ത് സ്തുതിക്കുന്നു. അങ്ങനെ 3 മണികളിൽ അപ്പം 4 മണി കഴിഞ്ഞു. പിന്നെ 2ാമത്തെ വെള്ളമണി വരുമ്പോൾ നമ്മൾ 2ാമത്തെ രഹസ്യം ചൊല്ലും. എന്നിട്ട് 2 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും. അങ്ങനെയാണ് ഈ ഔസേപ്പിതാവിൻ്റെ ജപമാല ചൊല്ലുന്നത്. അവസാനം ഒരാൾ പാവനനായ വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോഴെല്ലാവരും ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകട്ടെ എന്ന്. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ നിത്യനായ പുത്രൻ്റെയും അവൻ്റെ ഭാഗ്യപ്പെട്ട മാതാവിൻ്റെയും പരിപാലന ശുശ്രൂഷയ്ക്കായി നിത്യതയിൽ നിന്നും വിശുദ്ധ ഔസേപ്പിതാവിനെയാണല്ലോ അങ്ങ് മുൻകൂട്ടി നിശ്ചയിച്ചത്. ഭാഗ്യപ്പെട്ട കന്യകയുടെ വിരക്ത പതിയാകാനും അങ്ങയുടെ പുത്രൻ്റെ വളർത്തുപിതാവാകാനും അദ്ദേഹത്തെ യോഗ്യമാക്കുകയും ചെയ്തുവല്ലോ. ഓ ദൈവമേ, ഭൂമിയിൽ ഈശോയ്ക്കും പരിശുദ്ധ മറിയത്തിനും അദ്ദേഹം നൽകിയ എല്ലാ ശുശ്രൂഷകളുടെയും പേരിൽ ഈ ഭൂമിയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് സഹായകമായി തീർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദത്താലുള്ള സന്തോഷം പങ്കിടാനും ഞങ്ങളെ അനുവദിക്കണമേ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ ആമേൻ. ഇതാണ് ഔസേപ്പിതാവിൻ്റെ ജപമാല. അപ്പോൾ മാർച്ച് മാസത്തിൽ നമുക്ക് ഔസേപ്പിതാവിനോടുള്ള പ്രത്യേക വണക്കമായിട്ട് വണക്കമാസവും ചൊല്ലാം, ഈ ജപമാലയും എല്ലാ ദിവസവും ചൊല്ലാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഔസേപ്പിതാവിനോടുള്ള
പ്രത്യേക ഭക്തകാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അത് ഓരോ ദിവസവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുത്ത് സൂക്ഷിക്കാം. അടുത്ത വർഷം അത് ഉപയോഗിക്കാം. എന്നിട്ട് ഈ ഓരോ ദിവസവും ഇടുന്ന ഭക്തകൃത്യങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അത് നോമ്പിലെ ഒരു പരിഹാരമായിട്ടും കാഴ്ചവെക്കാവുന്നതാണ്. വിശുദ്ധ ഔസേപ്പിതാവ് ഈ മാർച്ച് 19 വരെ നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുക. പിന്നീട് മാർച്ച് 30 വരെയും ഒരുങ്ങണം. മാർച്ച് മാസം മുഴുവൻ ഔസേപ്പിതാവിൻ്റെയാണ്. ഈ ദിവസങ്ങളിൽ ഔസേപ്പിതാവ് നമുക്ക് ഒരു സ്വർഗീയ ഇടപെടൽ കാണിച്ചു തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.